ട്രോളി സ്പീക്കർ ചില മോഡലിന്റെ ഇന്റേണൽ ബാറ്ററിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ചിലത് നമ്മൾ ഇപ്പോൾ ലോങ്ങൊക്കെ അല്ലെ ഡ്രൈവിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയാൽ അത് പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ നമുക്ക് ചാർജിങ് ഒരു പ്രശ്നമാണ്. നമ്മൾ വണ്ടിയായിട്ടാണ് പോകുന്നതെങ്കിൽ ബൈക്കായിട്ടാണ് പോകുന്നതെങ്കിൽ അതിലെ ബാറ്ററി വെച്ച് ചാർജ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 വോൾട്ട് ചാർജർ ആണെങ്കിലും 9 വോൾട്ട് ചാർജർ ആണെങ്കിലും നമുക്ക് 12 വോൾട്ട് ബാറ്ററിന്ന് ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനം ആക്കുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇത് ബ്രാൻഡഡ് മോഡലൊന്നുമല്ല, ഒരു വില കുറഞ്ഞൊരു ട്രോളിയാണ്. നമ്മൾ ആദ്യം ഈ ബോർഡ് അയച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കാണാം, ഇവിടെ ഒരു കണ്ടെയ്നർ കാണാം. ഇത് ഇവിടെ ബാറ്ററി വെക്കാനുള്ള ഒരു ഓപ്ഷനാണ്. 10 ഇഞ്ച് സ്പീക്കറിനാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ്, അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഇവിടെ ബാറ്ററി വെക്കാനുള്ള സ്ഥലം കാണാം. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു റെഗുലേറ്റർ ഐസിന്റെ ഇന്നില് 12 വോൾട്ടും അല്ലെങ്കിൽ നമ്മളെ ബൈക്കിൽ കാറിന്നുള്ള ബാറ്ററിന്റെ ഇന്നും ഇവിടുന്ന് ഔട്ട് എടുത്തിട്ട് നമ്മളുടെ ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് ഈ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് റെഗുലേറ്റ് ആയി 9 വോൾട്ട് ഇവിടെ വരും. അപ്പോൾ ഏത് ഒരു അവസ്ഥയിലും നമുക്ക് ചാർജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആ ബാറ്ററി കൊടുത്തിട്ടോ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ജസ്റ്റ് ചെയ്ത് ഇവിടെ ഒരു ഫ്രീ സ്പേസ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ഹോൾസ് കാലിയുണ്ട്. അപ്പൊ അത് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഈ കണക്ഷനിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഔട്ടിൽ നിന്നുള്ള വയർ പുറത്തേക്ക് ഇട്ടാൽ മതി. നമ്മൾ റെഗുലേറ്റർ ഇവിടെ വെച്ചു, ഇനി കണക്ട് ചെയ്താൽ മതി. ഈ വയർ നമ്മൾ ഗ്രീനും ബ്ലൂവും നമ്മൾ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. ഈ റെഡും യെല്ലവും ഓറഞ്ചും യെല്ലവും നമ്മൾ പുറത്ത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് വലിയ ആംബിയർ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഈ സാധാരണ വയർ മതിയോ. ഇപ്പൊ നമ്മളിത് കണക്ട് ചെയ്തു. യെല്ലോവും ഗ്രീനും ഗ്രൗണ്ട് ആണ് കൊടുത്തുള്ളത്. നമ്മൾ ഔട്ട് വരുന്നത് ബ്ലൂ വയറാണ്, ഇന്ന് വരുന്നത് ഓറഞ്ച് വയറാണ്. അപ്പൊ ഔട്ടും ഈ ഗ്രീന് വയറും നമ്മൾ ഈ ബോർഡിന്റെ ഈ ഇൻപുട്ട് പിൻ ഉണ്ട്, ഈ DC ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗമുണ്ട്. അപ്പൊ ഇവിടെ ഈ ഇൻപുട്ട് പിന്നിലേക്ക് ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിൽ കൊടുക്കണ ഏത് വോൾട്ടേജ് ആയാലും ഇപ്പൊ 12 വോൾട്ട് ഇതിൽ കൊടുക്കുമ്പോൾ 9 വോൾട്ട് ആയിട്ട് ഇതിലേക്ക് കയറും. അപ്പൊ നമുക്ക് ഇതിനുള്ളിലുള്ള പവർ ബാങ്ക് ബാറ്ററി ബാക്കപ്പ് തീർന്നാലും നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും സോഴ്സ് വെച്ചിട്ട് നമുക്കിത് പ്ലേ ചെയ്യാം. അപ്പൊ ഇൻപുട്ട് DC ഇൻപുട്ട് ഭാഗം ഇൻപുട്ട് പോയിന്റ് ഏതാ അറിയാത്തവർക്ക് ഇവിടെ ഇങ്ങനെ ഈ സോക്കറ്റ് കുത്തണ ഭാഗത്തിന്റെ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ഭാഗമാണ് സാധാരണഗതിയിൽ ഇൻപുട്ട് ഉണ്ടാവും. അപ്പൊ അവിടെയാണ് നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്നത്, ബാക്കിലുള്ള പിന്നെ നെഗറ്റീവ് ആയിട്ട് കൊടുത്തത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിതിങ്ങനെ എക്സ്റ്റേണൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു എക്സ്റ്റേണൽ ബാറ്ററി ഇന്നുണ്ട്. അപ്പൊ ആ ബാറ്ററി ഇന്നിൻ്റെത് ഇവിടെ ബോർഡിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കാണിക്കുന്നത് 9 വോൾട്ട് ഇൻപുട്ടാണ്. അപ്പൊ 9 വോൾട്ട് ഇൻപുട്ട് DC ഇവിടെയുണ്ട്, 9 വോൾട്ട് ഇൻപുട്ട് DC ഇവിടെയുണ്ട്. അപ്പൊ 9 വോൾട്ട് ഇൻപുട്ട് പോരാലോ, നമുക്ക് എവിടെ നിന്ന് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ സോഴ്സ് വേണം. അതുകൊണ്ട് ആണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ തൽക്കാലം 2 സ്ക്രൂ ഇട്ടിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഓണാണ്, പക്ഷെ ബാറ്ററി ഇല്ലാത്തതിന്റെ പേരിൽ ഇത് ഓണാവില്ല. ഇവിടെ ഡിസ്പ്ലേ വരേണ്ടതാണ് ഓണായത്. അപ്പോൾ ഈ DC ഇൻപുട്ട് നമ്മൾ ഇവിടെ താഴത്ത് കണക്ട് ചെയ്തിട്ടില്ല. നമ്മളെ സ്ക്രൂ IC ഇവിടെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിന്റെ വയറിന്റെ അടിയിലുള്ള ഈ ഹോൾസ് കൂടി നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലാണ് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. ബാറ്ററി നമ്മളിവിടെ ഒരു 12 വോൾട്ട് UPS ബാറ്ററി ഉണ്ട്. നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ട് പ്ലേ ആവുന്നുണ്ടോ നോക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ബാറ്ററിയിൽ ചാർജ് കുറവായതിന്റെ പേരിൽ ഞാനിവിടെ 2 വയർ കണക്ട് ചെയ്തിട്ട് ഇവിടെ ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയിലെ പവർ എത്ര ആണെന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം. 15 വോൾട്ട് DC ആണ് വരുന്നത്. അപ്പൊ അത് ഓണായി. IUX മോഡ് പറയുന്നുണ്ട്. നമ്മൾ മോഡ് മാറ്റി നോക്കാം. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. നമ്മളുടെ തന്നെ ഒരു വീഡിയോ ആണ്. ഇനി വേണ്ടത് ഈ വയർ ഇവിടെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മളിവിടെ സ്ക്രൂ ചെയ്യും. ഇതിന്റെ ഉള്ളിൽ ബാറ്ററി വെക്കാൻ പറ്റിയ 6 വോൾട്ട് 2 വെച്ചാൽ 12 വോൾട്ട് കിട്ടും. ഇതിനുള്ളിൽ 2 6 വോൾട്ട് വെച്ചിട്ട് ഈ കണക്ഷൻ സീരീസ് ആക്കിയിട്ട് 12 ആക്കിയതിന് ശേഷം ഇതിനുള്ളിൽ കൊടുത്താൽ ബാറ്ററി കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ എക്സ്റ്റേണൽ കണക്ട് ചെയ്യാൻ നമ്മൾ ഇതുപോലെ വയർ പുറത്തിടണോ, അല്ലെങ്കിൽ ഇവിടെ ഹോൾസ് ഇത് മുകളിൽ ഹോൾസ് ആക്കിയതിന് ശേഷം നമ്മൾ ആ വയർ പുറത്തേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഇതിൽ ഞാൻ വീഡിയോയിൽ ചെയ്യുമ്പോൾ പറയാൻ വിട്ടുപോയ കാര്യമാണ്. അപ്പൊ അതെന്താ വെച്ചാൽ ഈ 12 വോൾട്ട് ഇൻപുട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള DC ഇൻപുട്ട് ഇതിന്റെ ബാക്കിൽ കണക്ടർ ഉണ്ടാവും. അത് റെഗുലേറ്റ് ചെയ്യാനുള്ള ബോർഡ് അതിന്റെ ബാക്കിൽ ഉണ്ടാവും.
പക്ഷെ ചില മോഡലിൽ 5 വോൾട്ട് ഇൻപുട്ടേ ഉണ്ടാവുള്ളൂ, ചില മോഡലിൽ 9 വോൾട്ട് ഇൻപുട്ടാണ്, ചിലതിൽ 12 വോൾട്ട് ഇൻപുട്ടാണ്. ഇത് 9 വോൾട്ട് ഇൻപുട്ടാണ് ഇതിന്റെ ഇൻപുട്ട്. സാധാരണ അതിനുള്ളിലുള്ള ബോർഡ് 12 വോൾട്ട് കൊടുത്താൽ അല്ലെ വലിയ വോൾട്ടേജ് കൊടുത്താൽ അതിന് വേണ്ട വോൾട്ടേജിലേക്ക് റെഗുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ബോർഡ് അതിന് ബാക്കിലുണ്ടാവും. ഇതിലതില്ലാതെ ഡയറക്റ്റ് ഡയോഡ് ഒരു ഇൻഡക്ടറും വെച്ചിട്ട് ആ ബോർഡിലേക്ക് കണക്ട് ആവാണ്. അപ്പം നമ്മൾ ആദ്യം അത് ചെയ്ത് നോക്കി, അതിൽ 12 വോൾട്ട് അല്ല വരുന്നത്, 9 വോൾട്ട് ഔട്ട്പുട്ടാണ് വരേണ്ടത് എന്നുള്ളത് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ബോർഡ് ഈ റെഗുലേറ്റർ IC ഇതിനുള്ളിൽ വെക്കേണ്ടി വരുന്നത്. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറഞ്ഞാൽ ആ DC ICന്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്ന ആ പോയിന്റിൽ ഒരു ഡയോഡ് ഇടണം. ഇല്ലെങ്കിൽ നമ്മളുടെ റെഗുലേറ്റർ ICന്റെ ഇന്നിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ കൊടുക്കുന്ന 9 വോൾട്ടിന്റെ ഔട്ട്പുട്ട് ചെന്നിട്ട് അവിടെ എന്തെങ്കിലും ഹീറ്റ് ആയിട്ട് IC പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒരു ICന്റെ ഔട്ട്പുട്ടിൽ ഡയോഡ് ഇടണം, എന്നാലേ ഇവിടെ നിന്നുള്ള വോൾട്ടേജ് അങ്ങോട്ട് കയറാതൊക്കെയുള്ളൂ. അപ്പൊ ട്രോളി സ്പീക്കറുമായിട്ട് ഔട്ടിങ്ങിനൊക്കെ പോകുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ഈ ഒരു കണക്ഷൻ വളരെ ഉപകാരപ്രദമായിരിക്കുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.